ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കാര്യം പറയട്ടെ, ഉദ്ദേശം TV അല്ല. അങ്ങനെ ഈ വർഷത്തെ ടാക്സ് കഴിച്ചു. അപ്പൊ ലാസ്റ്റ് ടൈം നമ്മള് ഹലോ ഗായ്സ്, നമ്മൾ കുറേ കാലമായി കണ്ടിട്ട്. അപ്പം ഇന്ന് നമ്മൾ വലിയൊരു ഷോപ്പിങ്ങിന് പോവാം. നമ്മൾ സ്റ്റാഫ് അക്കോമഡേഷനിലോട്ടൊരു ഇന്നില്ലെങ്കിൽ നാളെ മാറും. അപ്പം അവിടത്തേക്ക് വേണ്ടുന്ന കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. അപ്പം നമുക്ക് ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ ആക്ച്വലി സാധനങ്ങൾ മാത്രമല്ല, നമുക്കിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ടൗണിലോട്ട് ഓൾമോസ്റ്റ് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. അപ്പം ഞാനതൊക്കെ കാണിച്ചു തരാം. അപ്പം ഹോട്ടലിനോട് ഇന്നും നാളത്തെ എന്നോട് വിടാ സമാധാനമായി. കുറേ കാലം ഞാൻ ഓൾമോസ്റ്റ് എത്ര ദിവസം നിന്ന് വിഷു? 50 days, 50+ days ഞാൻ നിന്ന്. വിഷ്ണു ഓൾമോസ്റ്റ് ഒരു 3 weeks നിന്നിട്ടുണ്ടാവില്ലേ? 3 weeksനെക്കാട്ട് കൂടുതൽ നിന്നു. അപ്പം പരസമായിരിക്കുകയാണ്. നമ്മൾ സ്റ്റാഫ് അക്കോമഡേഷനിലോട്ട് മാറാൻ നമുക്കൊരു 1 bedroom കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാറണം. അപ്പോൾ വീടൊക്കെ ഇന്നലെ കിട്ടി. വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ മാറ്റി. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട്. അപ്പം അത് വാങ്ങാനാണ് ഇന്ന് പോകുന്നത്. ബട്ട് അതിന് മുമ്പേ എൻ്റെ ടാക്സ് ഫയൽ ചെയ്യണം. കാരണം ഇനിയൊരു 2 weeks ഫുള്ളില്ല. പിന്നെ ടാക്സ് ഇനി ഈ വർഷം ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ചെയ്യണം. അപ്പം പിന്നെ ഒരു 1 hour ജേർണി ഉണ്ട്. അതിന് മുമ്പ് ഒന്ന് ടിമോട്ടൻസൊക്കെ ഒരു ചായ എടുക്കണം. അപ്പം ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ വരാം. ഓക്കെ. ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ്. ആ സണ്ണൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. 5 degree ആണെങ്കിൽ പോലും കുഴപ്പമില്ല, അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റാവുന്നത്. ഇതാണ് എൻ്റെ ഹോട്ടൽ. ഓക്കെ, പക്ഷെ വണ്ടി എടുക്കുന്നത് ഡീസൻ്റ്. നമുക്ക് ഫസ്റ്റ് ഗ്യാസ് ഇറക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പെട്രോൾ അടിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങാം. കാരണം കുറേ ഉണ്ട് പോവാം. ഓക്കെ, ഇതേ ഐവറിംഗ് എന്നല്ലേ ഇത് പറയാ. നമുക്ക് ഇന്നത്തെ പരിപാടി ടാക്സ് 12:30 അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. വീട്ടിൽ റൂമിൽ ബ്ലാങ്കറ്റ്, പില്ലോ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ കിച്ചൺ ഗ്രോസറീസും. അതാണ് മെയിൻലി. ഞാൻ വീടൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. നമ്മളൊരു നാളെ ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി മൂവ് ഔട്ട് ചെയ്തിട്ട് ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, അടിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു. പോവാം. മേ ബി വാട്സപ്പ് ഗ്രൂപ്പ്. ഫസ്റ്റ് എന്താ ഡിയർ? ഇവിടെ ഡിയർ ഇഷ്ടം പോലെ ഇല്ല. ഫുൾ ഡിയേഴ്സ് ആണല്ലോ. ഇവിടെയൊക്കെ തട്ടിയ ഇതേ മുമ്പിൽ. ഇവിടെ മനുഷ്യന്മാരെയും കാട്ടും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡിയറിനെയൊക്കെയാണ്. അവരവര് പാട്ടിന് അങ്ങനെ നിൽക്കും. ഇവിടെ ഞാൻ എൻ്റെ മുമ്പിലത്തെ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മാക്സിമം ഒരു 2000 ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ. കാരണം ഒരുപാട് വീടൊന്നും ഇല്ലാതെ ഈ കാണുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇതൊക്കെ എന്താ വിഷയം ഈ വീട്ടിനൊക്കെ പറയും നമ്മള്? വിന്റർ എന്തല്ല, വെക്കേഷണൽ ഹൗസോ? വെക്കേഷണൽ ഹൗസ് ടൈപ്പ്. ഇത് നമ്മളെ ക്ലബ് ഹൗസിന്റെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. ടിമോട്ടൻ. ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ടല്ലോ. ഇതെങ്കിലും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. ഇതും സബ്വേയും അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ
നമ്മളെ ഇൻഡിപെൻഡന്റ് ഉണ്ട്. നമ്മളൊരിക്കലും ഇൻഡിപെൻഡന്റ് മറക്കാൻ പാടില്ല. പക്ഷെ 1.5 മാസം എന്നെ സർവൈവ് ചെയ്തത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ട് വരാം. ഞാൻ കീ എടുത്തു, ലണ്ടൻ ഫോൺ. ബിസിയോ? ഭയങ്കര ബിസിയാണ്. അതെ, നമ്മുടെ ചായ വിഷ്ണുടെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഡ്രൈവ് തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. എന്തായാലും സെയിൻറ്റ് ജോൺ എത്താൻ ഒരു മണിക്കൂർ ഡ്രൈവെങ്കിലും ഉണ്ടാവും. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു 2 months മുകളിലായിട്ടുണ്ടാവും. കുറെ കാലത്തിന് ശേഷം കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടിയതാ. അപ്പൊ കുറച്ച് അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് സെറ്റായിട്ട് എന്നിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 months ഒക്കെ ആയി എനിക്ക് ജോബ് കിട്ടിയിട്ട്. ഒന്ന് റൂമിലോട്ടൊക്കെ മാറി, ഇപ്പോഴും കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് സെറ്റായിട്ട് ഞാൻ വീട് കാണിക്കാന്ന് വെച്ചിട്ട് ആർക്കും ഞാൻ വീട് കാണിച്ചിട്ടില്ല. വീട്ടിലും ഞാൻ വീടൊന്നും കാണിച്ചിട്ടുണ്ടായില്ല. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പ്രോപ്പർ ആക്കിയിട്ട് വീട് കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഞാനൊരു 55 days ശേഷം കേട്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, അല്ല ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അപ്പം അതിൻ്റെതായ കുറച്ച് ആക്രാന്തങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ മരങ്ങളുടെയും ചെടികളുടെയും നമ്മളങ്ങനെ കോസ്കോയിലെത്തി. എൻ്റെ കയ്യിലൊരു വേസ്റ്റ്, എൻ്റെ കപ്സൊക്കെ ഉണ്ട്. അന്നിട്ടിട്ട് നമ്മൾ അടുത്ത് കയറാം. എടുക്കൊന്നും വേണ്ട, എടുക്കൊന്നും വേണ്ട. നമുക്ക് ആദ്യം TV നോക്കാം. വിഷ്ണു എന്നാ വലിയ വർത്തമാനം വേണ്ടി ഇപ്പൊ എന്താ ഇപ്പൊ? ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം TV അല്ല വിഷ്ണു. ഞം സാധനങ്ങൾ വാങ്ങണം, കിടക്കണ്ടേ, നമുക്ക് ഉറങ്ങണ്ടേ, അതിൻ്റെയൊക്കെ സാധനങ്ങളാണ്. എന്നിട്ട് നമുക്ക് TV ഒക്കെ നോക്കാം. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടെൻറ്റിങ് ഇവിടെ TVs ഒക്കെ അല്ലേ. നമുക്ക് ഒരു വരവും കൂടി വരേണ്ടി വരും. ഏതാ ഇത് എടുത്തോ? നമ്മള് അല്ല എടുത്തോന്ന് വെച്ചതാ. ഓക്കെ, മൂപ്പരൊന്നും അങ്ങനെ സമ്മതിക്കൂല. ഇവിടുത്തെ ഇത് കുറച്ച് തിരക്കല്ലേ. സോക്സ് നോക്കാം, സോക്സ്. ആ ബ്രെഡ് എടുത്തോ. നീ എടുക്കട്ടെ സാധനങ്ങളില്. ഇതിനെന്താ ടൈം പാസ് മതി. ശരിക്കുള്ള കാര്യങ്ങളിലേക്ക് വന്നു. നമ്മൾ ഇത്രയേറെ വാങ്ങിച്ചോണ്ട് നോക്കുന്നതും ലിസ്റ്റിലില്ലാത്ത സാധനങ്ങളാണ്. ബൈബിൾ തോന്നിട്ട് ഫ്രീസറിൽ വെച്ചേക്കാം ബ്രെഡ്. ഇത് ഗാർലിക് നാനല്ലേ? ഓ, ഇത് നമ്മൾ ഇത്ര നാളെ ഇതല്ലേ തിന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഇതിനാ ബാമ്പിനെ പോലെ കാണണം. 16 രൂപ 3 ഉള്ളൂ. എനിക്കിത് കാണുന്നുണ്ടോ വിഷ്ണു? ഇതെന്ത് മീനാ? 52 രൂപ. 52. ഇതോ? ഇത് രാജരാണി കിളിമീൻ. ഒന്നെടുക്കാം. 27. നമുക്ക് ഒന്നെടുക്കാം. കിളിമീൻ ഒന്നെടുത്തിരിക്കുകയാണ്. എത്ര? $28.
ബീഫിന്റെ റിബില് വിലയില്ല തൊട്ടും ഇവിടെ കുറവാട്ട വില. $14 അല്ല, ഇത് $28. ചീപ്പസ്റ്റ്. വിഷ്ണുവിന്റെ ആസ്ഥാന ഭക്ഷണം ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. എന്താ വിഷ്ണു ഇത്ര ദിവസം എങ്ങനെ നിന്നോ? പിടിച്ചു നിന്നതാ. എവിടെ ചിക്കൻ ഇതാ ഇപ്പുറത്ത്. ഇതൊന്നും വേണ്ട. ചിക്കൻ വിങ്സ് ആണ് ഇഷ്ടം. ആ 3 ചിക്കൻ കിട്ടും $32. കട്ട് ചെയ്യോ? അല്ല ഇത് ഫ്രീസറിലിടും. കട്ട് ചെയ്യില്ലേ നിങ്ങൾ? 2 ചിക്കൻ വേണ്ടോ? ഓക്കെ എടുത്തോ. ഇത് 3.5 കിലോന്റെ കാണിക്ക്. 7 ഓൾമോസ്റ്റ് 5 കിലോ അല്ല 7 കിലോ. ഇതിൽ എത്ര കോഴികളാ? 3. കാണിക്ക്. നിങ്ങളെ കാണിക്കാനല്ല, എനിക്ക് ഫ്രണ്ട് കാണിക്കും ഇഷ്ടം. 3 കോഴി ഹോൾ ചിക്കൻ. ഓക്കെ, നമ്മൾ കോസ്കോന്ന് ഇറങ്ങട്ടെ, കാരണം ഇവിടെ ഭയങ്കര തിരക്ക്. നമുക്കിനി അടുത്തൊരു വാൾമാർട്ടല്ലേ, വാൾമാർട്ടിലോട്ടാണ്. ഒരുപാട് സാധനമൊന്നും എടുത്തിട്ടില്ല. ഒരുപാട് സാധനമൊന്നും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല, കാരണം ഒന്നാമത് ഭയങ്കര തിരക്ക്, രണ്ടാമത് നമുക്ക് ഈ വേണ്ടുന്ന സാധനമൊന്നും ഇവിടെ അങ്ങനെ കാണുന്നില്ല. അതായത് ബ്ലാങ്കറ്റ് അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പം അതിന് വാൾമാർട്ടിൻ്റെ പോണ്ടി വരും. ബ്ലാക്ക് പെപ്പർ ഇവിടെ ഉണ്ടോ? ഓക്കെ ഓക്കെ, അപ്പം അതൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാം. അങ്ങനെ കോസ്കോന്ന് കഴിഞ്ഞു, സാധനം കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് ഇറങ്ങണം. കുറേ കാലമായി ഇത്രയും മനുഷ്യരൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ കാലം. അപ്പം നമ്മളൊന്ന് സാധനം സെറ്റ് ചെയ്യട്ടെ കേട്ടോ. എൻ്റെ കിളിമീൻ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ എടുത്തു, മീനെടുത്തു, ചിക്കൻ എടുത്തു, ഷുഗർ എടുത്തു, ബ്രെഡ് എടുത്തു, ഷാമ്പു എടുത്തു, കണ്ടീഷണർ എടുത്തു. ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ബാക്കി ഉള്ളി ഉണ്ടായില്ലേ വിഷ്ണു? ഉള്ളി എടുത്തു. അപ്പം ബാക്കി നമുക്ക് വേണ്ടുന്നൊക്കെ ബൾക്കായിട്ടല്ലേ, അല്ല കോസ്കോ കാരണം ബൾക്കായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ലേ. അപ്പം നമ്മൾ വെച്ച് വാൾമാർട്ടിൽ പോവാണ്. പിന്നെ നമുക്ക് വീക്ക്ലി ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് വൺസ് ഇൻ എ മന്തൊക്കെ കോസ്കോയിൽ വന്നാൽ മതി. കാരണം ഇവിടെ നിന്ന് അവിടത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 hour ഡിസ്റ്റൻസ് ഉണ്ട്. സോ അപ്പോൾ എല്ലാ ആഴ്ചയൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അവിടെ ഇൻഡിപെൻഡൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ സാധനം എടുക്കുക. തൽക്കാലം ബൾക്കിന് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ട് ഇറങ്ങാം. ഓക്കെ, ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ വാൾമാർട്ട്. വെയിറ്റ് ഉണ്ട്, ഞാൻ വെയിറ്റില്ലാണ്ട് ഇപ്പോൾ 4 കിലോ ഉണ്ട് ചിക്കൻ. അമിച്ച് നിങ്ങളെ വണ്ടിയാണ്. ഞാൻ വരണോ? പക്ഷെ ഇത് സ്ലിപ്പായി പോവില്ല. നമ്മളെ ബാഹുബലി. ഇതെവിടെ കൊണ്ടുപോയി വിഷ്ണു? നമുക്ക് ഇനി പെട്ടെന്ന് വാൾമാർട്ടിൽ പോകും. കുറേ നേരം ഞാൻ വാൾമാർട്ട് എന്ന് പറയും. ഇപ്പം പോകും. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഗേൾസ്
നമ്മളിങ്ങനെ വാൾമാർട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 5 മിനിറ്റിൻ്റെ, കോസ്കോന്ന് 5 മിനിറ്റ് മാത്രം. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടുന്ന് എടുത്ത് തീർക്കണം. ഇവിടെ വിന്നേഴ്സും ഉണ്ട്, വിഷ്ണു വിന്നേഴ്സും ഉണ്ട്, ഓൾഡ് നേവി ഉണ്ട്. അപ്പം എനിക്ക് ഓഫീസ് ക്ലോത്ത്സ് ഒന്ന് 2-3 എടുക്കണമായിരുന്നു. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഷോപ്പിൽ ഇവിടെ ഉണ്ടോ? കുറേ കാലമായി വാൾമാർട്ടിലൊക്കെ വന്നിട്ട്. തക്കാളി ഇത് തക്കാളി ഇവിടെ ആൾക്കാരാണ് ആൾക്കാരില്ലാണ്ട് പിന്നെ നമുക്ക് തുറന്നു കാണാം. എന്തായാലും തക്കാളി ഞാനേ ഷോപ്പിങ്ങിൽ കുറച്ച് ഫോക്കസ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഒരു സംഭവം ഒന്നും നടക്കില്ല. ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇതിലുണ്ട്. ഒന്ന് കാണിച്ചേ. നല്ല, ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഞാൻ കാണിച്ചത് ഇപ്പം എന്താ എടുത്തിരിക്കുന്നത് വേണ്ട. ഇത് ഫിറ്റഡ് ഷീറ്റ്, ഒരു മിനിറ്റ്. ഒരു ഫിറ്റഡ് ഷീറ്റ്, 2 പില്ലോ, ഇത് കംഫർട്ടർ, നമുക്ക് 2 ടവൽസ് എടുത്തു. പിന്നെന്താ ഇതേ കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, പിന്നെ ബെൽബ്, പിന്നെ ഒരു യോക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് തൽക്കാലം എടുത്തിരിക്കുന്നത്. എന്താ ഇത് 350-400 അങ്ങനെ ഇല്ല. അങ്ങനെ വാൾമാർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ആദ്യമായിട്ടൊന്നുമല്ല, നമ്മളിങ്ങനെ കുറേ സാധനം വാങ്ങിയിട്ടുണ്ടല്ലേ. അടുത്തത് പോകുന്നത് എനിക്ക് 12:30 ടാക്സി അടക്കേണ്ട അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അതിന് മുമ്പ് എനിക്കൊന്ന് ഇല്ലല്ല എൻ്റെ നെയിൽസ് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊന്ന് പോയിട്ട് വരണം. ഓക്കെ, ഏയ് നെയിലിൻ്റെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരും. അതും കൂടി ചെയ്തിട്ട് അങ്ങനെ ഈ വർഷത്തെ ടാക്സ് എന്റെ പൈസ പോയിട്ട് നിന്റെ അക്കൗണ്ടിലേക്ക് വീഴാണ്. അയ്യോ, എന്റെ ടാക്സിന്റെ വന്നിരിക്കുന്നത്. 2 ടൈം. ഒരു മിനിറ്റ് അറിയില്ല. നമ്മൾ തിരിച്ച് നെയിൽസിന്റെ ഷോപ്പിലെത്തിക്കാം. ഞാനിത് ഇത്ര ചെയ്തിട്ട് ഓടിയതായിരുന്നു എൻ്റെ ടാക്സ് ഫയൽ ചെയ്യാൻ. അപ്പൊ ഇത് ബാക്കി ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതിയ ഡിസൈനാണ്. പോയിട്ട് വരട്ടെ വിഷ്ണു. അങ്ങനെ നെയിൽസ് കണ്ടോ, എനിക്ക് കാറ്റായി ഞാൻ ചെയ്തു. നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനിവിടെ ആക്ച്വലി ഫ്രഞ്ച് ടിപ്പ് ചെയ്യാൻ വന്നു. പക്ഷെ ഇവിടെ കാറ്റ് ആയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ടില്ലേ? ഓക്കെ,
അപ്പം പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് TV എടുക്കാൻ പോകണം. ആദ്യം വല്ലത് ഞം കുറേ കാലം ഞാനൊരു മര്യാദ ഒരു ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട്. അപ്പം ഫുഡൊക്കെ കഴിഞ്ഞ് TV എടുക്കാൻ പോകണം. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കൂടി ഉണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകാം. സെയിം അല്ലേ? നോക്ക് നിങ്ങള് അങ്ങനെ പറയല്ലേ. സെയിമാന്ന് മാത്രം. എത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാൻ ഉദ്ദേശിച്ച റെസ്റ്റോറൻ്റ് അല്ല നമ്മൾ വന്നിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. അമൃത്സരി ഫ്ലെയിംസ് എന്തായാലും കുഴപ്പമില്ല. ഫുഡ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഓക്കെ. എന്നാൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ. ഞാൻ എന്നിട്ട് അവിടെ നിന്നുള്ള വീഡിയോ കാണിച്ചു തരാം. ഫോട്ടോ കണ്ടോ? ഫോട്ടോ കണ്ടോ? എൻഗേജ്മെന്റിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടോ? എവിടുന്ന്? ആക്രാന്തം പിടിച്ചൊരു കുറേ ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. ബാക്കിയൊക്കെ ടൂഗോലാക്കി രാത്രിയൊക്കെ എടുത്തു. ഇപ്പം ഡിന്നറും കുശാലായി. അപ്പം ഇതേ അടുത്ത് നമുക്ക് TV വാങ്ങാൻ പോകണം. ബെസ്റ്റ് ബ്രോ എന്ന് പറയുന്നത് ബെസ്റ്റ് ബൈ. പിന്നെ അവിടെയും കൂടി കയറി ഞാൻ ബ്ലേസർ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇന്ന് അലച്ചിലായിരുന്നു. ഇതൊന്ന് വയ്ക്കോ? വണ്ടി കയറട്ടെ. ഇതാണ് ബെസ്റ്റ് ബൈ. നമുക്കപ്പോൾ വണ്ടി കയറ്റി പോവാം. എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. അപ്പം ബെസ്റ്റ് ബൈ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ TV വാങ്ങിയിട്ട് ഇറങ്ങണം. പിന്നെ എനിക്ക് കാരണം ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്യേണ്ട സമയമായി. 4 മണിയൊക്കെ ആവാറായി. പിന്നെ ഇതിപ്പോഴാ ക്ലോസ് ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലോ. 9 മണി വരെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാധനം വാങ്ങിയിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ലിപ്സ്റ്റിക്കൊക്കെ പോയി. ഓക്കെ. TV ആയി ഫുള്ള് വണ്ടിയിൽ തന്നെ ആവുന്നത് വിത്ത് ദ ബോക്സ്. പോയി ഇതേ വന്നു അല്ലേ? നമ്മളൊരു 5 മിനിറ്റ് വന്നിട്ടുണ്ടാവോ? പ്ലാൻ ആയിരുന്നു നമ്മൾ ഏത് TV എടുക്കണം, എത്ര ഇഞ്ച് എടുക്കണം എന്നൊക്കെ പ്ലാൻഡ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈം ഒരു മിനിറ്റ് സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ല എന്നിങ്ങനെ വെറുതെ ഞെളിഞ്ഞിരിക്കുക. അപ്പം ലാസ്റ്റ് ടൈം നമ്മൾ 65 ഇഞ്ചും 75 ഇഞ്ചൊക്കെ TV എടുത്തിട്ട് പോകുന്നിടത്തൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് വരികയത്. കളഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് ചെയ്തിട്ട് വരികയത്. അപ്പം ഇത്തവണ നമ്മൾ കണ്ണും പൂട്ടിയിട്ട് കണ്ടു. അവിടെ കുറേ 75, 98 ഇഞ്ചിൻ്റെ TV ഒക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല. സോ നമ്മളിപ്പോൾ തൽക്കാലം ഒരു 50 അല്ലേ വിഷ്ണത്? 50 ഇഞ്ചിൽ നമ്മൾ കണ്ണങ്ങ് മുറുകെ ചിമ്മിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കാരണം റൂമിൽ അത്രയും സ്പേസ് ഉള്ളൂ. 50 ഇഞ്ചിൽ വെക്കേണ്ട സ്പേസേ ഉള്ളൂ. അപ്പം പിന്നെ വെറുതെ ഇതിനെ എക്സ്ട്രാ ഇതാക്കണ്ട. എന്തായാലും ഇപ്പം 50 ഇഞ്ചിൽ തന്നെ നിൽക്കാന്ന് വെച്ചു. കാരണം ഒരു മൂവും ഉണ്ടാവും. പക്ഷെ അതിപ്പം എപ്പോഴാണെന്നൊന്നുമില്ല. ഈ അടുത്തൊന്നും ഇനി ഇല്ല. പക്ഷേങ്കിൽ അങ്ങനെയാണെങ്കിൽ വെറുതെ ഈ ടിവിയും കൂടി വിട്ടിട്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് മെയിൻലി നമ്മൾ 50 ഇഞ്ച് തന്നെ വാങ്ങിയത്. അതൊക്കെ മതി, അതൊക്കെ സെറ്റാവും. ബെഡ്റൂമിൽ തന്നെ വെക്കേണ്ടി വരും. എനിക്കത് ഇഷ്ടം. ബെഡ്റൂമിൽ വെക്കേണ്ടി വരും. നോക്കാം, അവിടെ എത്തിയിട്ട് നോക്കാം. ഞാൻ എല്ലാം സെറ്റായിട്ട് ഞാൻ വീട്ടിൽ വെക്കാം കേട്ടോ. അപ്പം കുറച്ചും കൂടി ആൽക്കൊഴുത്ത് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രിക്കിൻ്റെ ഉള്ളിലോ വിഷ്ണു വന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ തന്നെയാണോ റിച്ച്മാൻ എന്ന് അറിയില്ല. നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങട്ടെ. കാരണം എൻ്റെ ഒരു ചാർജും കുറവാണ്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ബെച്ചൻ്റെ തുണിയൊക്കെ എടുത്തു. ഞാനൊരു 3 ബ്ലേസറും എടുത്തു, ഒരു പാൻറ്റും എടുത്തു.
എനിക്ക് ബ്ലേസറായിരുന്നു അത്യാവശ്യം. അതൊക്കെ ആയി. ഇനി പോട്ടെ. 1 മണിയായി. ഇനി 1 മണിക്കൂർ കാറിലിരിക്കാം, എന്നാലേ വീട്ടിലോട്ട് എത്തുള്ളൂ. അപ്പം ഞാൻ അധികം ഇത് വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം, കാരണം എൻ്റെ ഒരു ചാർജ് അതിനില്ല. അപ്പം ഞാനിനി തുടർച്ചയായിട്ട് അടുത്ത വീഡിയോ വന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് കയറുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കാം. ഓക്കെ, അപ്പം അപ്പോഴത്തേക്ക് വിഷു വന്നു. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ പോവാതെ വിഷു എത്തി. അപ്പം ശരി, ബൈ.